Excuse me, ma'am. Oh God! You again? വീണ്ടും നിങ്ങളോ? അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ന്യൂ ബ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് തുടരും പറഞ്ഞ മൂവിക്ക് പോവാണ്. ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് പോണത്. അപ്പോൾ നമ്മൾ മെട്രോൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇതിൽ പോയിട്ട് അവിടെ പോയിട്ട് കയറും ദേരാ സിറ്റി സെൻറ്ററിൽ. ഈ ആർട്ടിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ, അത് അടിപൊളിയല്ലേ? ക്യാമറ കാണാൻ നല്ല ഭംഗിയുണ്ട്. Look like a fan. ജോർജിയ, ഒന്നെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഈ വീഡിയോ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾപ്പിച്ചുതരാന്നല്ല, ഇവിടെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരും, നിങ്ങൾക്ക് ഞാനല്ല പറഞ്ഞുതരാം. അപ്പോ ഇങ്ങോട്ട് പോകുന്നത് ഇപ്പൊ കാരണവൽപ്പാണ്. കാരണവൽ ഉണ്ടായിരുന്നൂടെ ഓൻ്റെ ഡ്രോപ്പ് ചെയ്ത് തന്നു. സിറ്റി സെന്റർ തരാം. ഞാൻ ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഈ ക്ലാസ് ഒക്കെ ഇട്ട് സെറ്റപ്പിലാണ് പോയിരുന്നത്. പിന്നെ നമ്മളിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മളും ക്ലാസ് ഒക്കെ എടുത്ത് സെറ്റപ്പില് എന്റെ വീട്ടിലും ഞാൻ തിന്നിട്ടില്ല കേട്ടോ. ബി ഫ്ലോർ ദുബായ് മെട്രോ സിനിമ മാളില്ല. ബി ഫ്ലോർ ഇത് സിനിമയാണ്. മേലേക്കരം പടം ഇതിൽ അതിൻ്റെ ഉള്ളിലേക്കരം പാർക്കിംഗ് ആണ്. ഗ്രൗണ്ട് ഫ്ലോർ ഇതാണ്. ഇയാളോട് ചോദിച്ചോക്കാണെ എവിടെയാണ്. يلا شو هذا بحد شكي طالع تكلم كلام انا مسوي അടുത്ത സ്റ്റെയറിലാണ്. انت ما تسيبتك سوي يا وز അതാണ് ബോക്സിൽ കണ്ടോ, അതാണ് നമ്മുടെ തിയേറ്റർ. യെസ്, ബോക്സ് കണ്ടപ്പോൾ നമ്മൾ പോണത്. ഇപ്പൊ പോണ ബോക്സിലല്ലേ ജമ്പോ കേട്ടോ. ജമ്പോ വേറെ ജമ്പോ ജമ്പോ അതിന് ജമ്പോ ജമ്പോ ഇത് ജാക്കി ജാക്കി ഉണ്ട് ഇവിടെ. ജാക്കി പുലിയൊക്കെ ആണെങ്കിൽ അനിയേ പുലി. പുലി പുലി ഷെയ്ക്ക് ഉണ്ടാവും. ഞാൻ സ്റ്റാൻഡ് എടുത്തിട്ടില്ല. അപ്പൊ അതിൻ്റെ എല്ലാ ചില്ലറ ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എന്തായാലും മൈക്ക് സെറ്റ് ചെയ്യട്ടെ, നമ്മൾ വോയിസ് സെറ്റ് ആവാം. ഗൈസ്, നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ജംബോൻ്റെ അവിടെ. ജംബോ പറയാൻ നമുക്കൊരു ക്യാമറ നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നേരെ താഴത്ത് പോയിട്ട് ലെഫ്റ്റിലാണ് അവർ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പോയി നോക്കാണ്. പോയി നോക്കിയിട്ട് ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞത്. കണ്ടില്ലേ, ഇഞ്ഞ കണ്ടോ അവിടെ പോയി. ഇഞ്ഞ കണ്ടിന് അവിടെ. I think that side. شو ഹൽക്കംബ് മാക്സ് ഉണ്ട് കേട്ടോ അവിടെ. ഇത് കാണുമായിരുന്നത് ഒരു ഇതന്നെയാണ്. അടിയിൽ കൂടെ അങ്ങനെ. ഇത് കുട്ടിയ സ്റ്റാഫാ. എവിടെ റബ്ബേ ജംബോ. ഏതായാലും ജംബോ അയക്കണേ. വോയിസ് ഒക്കെ ഓക്കെയാണ് ഞാൻ കരുതുന്നത്. എനിക്കറിയില്ല, നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഓ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇനി ആഡ് ആക്കണം. മടി വരുന്നുണ്ട്. അതായത് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ലൈക്ക് എനിക്ക് എന്തോ ഒരു മടി പോലെ ഇങ്ങനെ വരുന്നത്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഇവിടെ
ജംബോ എന്താടാ ഗ്രാൻഡ് സ്റ്റോർ ഗ്രാൻഡ് എവിടെ ജംബോ റബ്ബേ ജംബോക്ക് നടന്ന് കുഴങ്ങി ഞങ്ങള് അത് വേറെ അനിയേ ഇതാണ് ഈ മാക്സ് നമ്മളിപ്പോ ജംബോക്കാണ് പോണ്ടത് ജംബോ സർക്കസാ ADCB ലൈക്ക് ഗേസ് കണ്ടില്ലേ സീന് സാധനം കേട്ടത് കണ്ടില്ലേ എവിടെ ജംബോ സോറി ബാസ്കിൻ റോബിൻസ് ഒക്കെ ഉണ്ട് ഇവിടെ സാംസങ്ങിന്റെ ഷോപ്പ് ഉണ്ട് ഇതാകണ അനിയ ജംബോ ഒരു വരുന്നുണ്ട് ഒടുവിൽ നമ്മള് റീച്ച്ഡ് ആയി എവിടെപ്പോ പോണുണ്ട് അപ്പൊ നമ്മളിനി പോയി സംഭവങ്ങൾ നോക്കി നോക്കാം എന്തായാലും ഓക്കെ ഒരു ചെക്ക് ചെയ്യാൻ നടക്കണ് നിക്കോണിന്റെ ക്യാമറ കൊള്ളാം ഇതൊക്കെ കണ്ടല്ലേ സീൻ സാധനം അതൊക്കെ വോയിസ് ട്രാൻസ്ലേറ്റ് ഈ സാധനങ്ങൾ വേണ്ടല്ലേ കാനോണാണ് നമ്മൾ മേടിക്കാൻ കരുതുന്നത് ഞാനല്ല അനി വ്ളോഗിങ് മൈക്കാണ് സോണിന്റെ വ്ളോഗ് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം ഇത് അടിപൊളിയാണ് വ്ളോഗിങ്ങിനായിട്ട് നമുക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് സ്ക്രീൻ ഉണ്ട് ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും നിക്കോൺ കാനോണ് പിന്നെ ഗെയിമിങ് PS5 ഒക്കെ ആണ് സോണി ലൈക്ക് ഗുഡ് സോണിന്റെ എന്താ സ്മൂത്ത് അറിയോ സീന് കിട്ടില്ല സ്മൂത്ത് ബോക്സ് ഉണ്ടല്ലേ ഗെയിമിങ്ങിന്റെ ഒക്കെ ആണ് എന്താ പറയാ സറാമോണിക്ക് മൈക്ക് ഇട്ടത് മൈക്രോഫോണ് ക്യാമറയില് ഒരു ക്യാമറക്ക് ലേറ്റസ് ആണ് പിന്നെ 299 ഉണ്ട് ഇപ്പൊ 299 ഡിസ്കൗണ്ട് എന്നാ പറയണത് സറാമോണിക്ക് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട് ഇതില് നോയിസ് ഒക്കെ കട്ടാവുന്നാണ് പറയണത് നമുക്ക് മേടിച്ചിടത്തോളൊക്കെ മൂഞ്ചിക്കണ് ഇതിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് മേടിക്കാം ഇൻഷാ അല്ലാ ഇല്ല ചിലപ്പോ ഇന്നോ നാളൊക്കെ ആയിട്ട് വേറെ മേടിക്കും ഇപ്പൊ പുതിയ വാങ്ങി അതൊന്നും മൂഞ്ചിച്ചു നമ്മളെ അതൊരു പെർഫെക്ഷൻ അല്ല നമ്മൾ മറ്റേ സാധനം കണ്ടില്ലേ അതായത് ഈ ഫോട്ടോ എടുക്കുന്നത് ഇതിന്റെ പേരൊന്നും അറിയില്ല കുറെ ആൾക്കാർ എടുത്ത് നടക്കുന്നതാണ് എക്സ്ക്യൂസ് മീ മാം മൈക്ക് ഉണ്ട് ഇവിടെ 1000 ചില്ലാനം എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഗാലക്സിന്റെ നമ്മൾ സോണിന്റെ ഒരു ഇത് വാങ്ങിനു പാഡ് കുട്ടിക്ക് ഗിംബലോ കാണി അത് മേടിച്ചാലോ വീട് അടുത്ത് ഇങ്ങനെ സെറ്റപ്പിൽ നടക്കാണ്ടല്ലേ
ഷെയ്ക്ക് ക്ലാസ്സിൽ ഏതാണ്ടോ വീട് സെറ്റപ്പ് ആയിട്ട് എടുക്കാം അങ്ങനെ. എജ്ജാതിലേ ഇത് നോക്കണേ. ഞാൻ ഇപ്പൊ നല്ലോണം കുളിക്കണൊക്കെ ഉണ്ട്. ലൈക്ക് സംഭവം സീനല്ലേ ജിമ്പല്. 466 159 വേറെ ഉണ്ട്. കുറച്ചൊരു പ്രീമിയം സാധനം കേട്ടോ അല്ലേ. നമുക്ക് അഡ്ജസ്റ്റിംഗ് ആണ് ഇതിന് സ്റ്റിക്കിൻ്റെ ഇത് വരുന്നത്. ഓണാക്കി നോക്കട്ടെ. കേടന്നൊക്കെ ഇനി വർക്ക് ചെയ്യാത്തതാണാവോ. അറിയില്ല ഇത് വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, അതാണ് ഒന്നാമത് കേട്ടോ. അല്ലേ ബ്ലോഗ് എടുക്കാൻ പറ്റുന്നതാണ് ഫുള്ള്. വാങ്ങുന്നതൊക്കെ നോക്കി സീൻ സാധനം. ഗോപ്രോക്ക് സ്റ്റാൻഡ്. ഇതാണ് മറ്റേ 360 ഡിഗ്രി ഉണ്ടല്ലേ ഈ സാധനം. റൗണ്ടിൽ ഇങ്ങനെ ഉണ്ടല്ലേ, ഇതേമാതിരി ഇങ്ങനെ എടുക്കാം. എന്തല്ലേ എത്ര ഇതിന് റേറ്റ് ആവും? മൈക്ക് ഉണ്ട് ഇവിടെ, മൈക്ക് ഉണ്ടല്ലേ 159 പെർ പീസിന്. ഒരു പീസിന് 2 വാങ്ങണ 200 ചെല്ലാണ്. പിന്നെ ഗോപ്രോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ മറ്റേത് വരുന്നുണ്ട്, അതായത് ODG ആണ് സാധനം. ഇത് 2 ലെവൽ ആക്ടിവേഷൻ നോയ്സ് ക്യാൻസലേഷൻ, നോയ്സ് ക്യാൻസൽ ചെയ്യാനുള്ളത്. പിന്നെ സീന് ലാൻഡ്ലിങ്, ഇത് മറ്റേ VR വെച്ചിട്ടുള്ളത്. പിന്നെ മറ്റേ എന്തെനിക്കെന്ത് പറയാറ മറന്നല്ലോ. അതൊക്കെ മറ്റേ സാധനം 499 റംസ് അതാണ് മറ്റേ മൈക്ക്. അതിനെ കുറിച്ച് തിരിച്ചല്ലേ. ഇതാണിപ്പോ നിലവിൽ എല്ലാവരും വാങ്ങി ബൈ ചെയ്യണ സാധനം. സോളി ലാൻഡ് ഇതാണ് ഒറിജിനൽ മൈക്ക്. യെസ് അതാണ് ഗിംബൽ അല്ല ഗോപ്രോ. അത് കിട്ടും. സിസ്റ്റം വാങ്ങണമെന്നുണ്ട്. ഇതിന്റെ ക്വാളിറ്റി ഉണ്ടല്ലേ. പേ 4000 ഉള്ളൂ. ഗെയിമിംഗ് സിസ്റ്റം ഇതൊക്കെ എഡിറ്റിങ്ങിന് പറ്റുന്നത് അല്ല, ഇത് സെപ്പറേറ്റ് ആണ്. ഇത് വയർലെസ് ആണ്. 2 സ്ക്രീൻ ഉണ്ട് വയർലെസ് വരുന്നത്. നമ്മളെ മറ്റേ ചെറിയ ഫോണല്ലേ അവിടെ ഇറങ്ങിയിട്ടില്ലേ. ലൈക്ക് നൈസ്. ഇൻഷാല്ലാ ഐ വിൽ ബൈ വൺ ഡേ. ഗേയ്സ് അപ്പോ പടം തുടങ്ങാനായിക്കണ്. ഞങ്ങളിപ്പോഴും പോയിട്ടില്ല ഗേയ്സ്. പടം തുടങ്ങാനായിക്കണ്. പടം തുടങ്ങിയിട്ടുണ്ടാവും. മേ ബി 1 മിനിറ്റോ 2 മിനിറ്റോ ബാക്കി ഉണ്ടാവും. ലൈക്ക് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഒരു ബാക്കിൽ വരുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു കോസ്റ്റ്യൂം ആയതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ നോക്കണത്. ഓലെ ഏതോ ഒരു വലിയ വ്ളോഗർമാരാണ് പോണതൊക്കെ. ഓൾക്കറിയില്ലല്ലോ ഏറ്റവും ലോക്കലാണ്. പക്ഷെ എനിക്ക് ഞാൻ ഓക്കെ ഉണ്ടോ ഇത് പറഞ്ഞു. I think excuse me. Thank you. So സിനിമ ഇനിയും മേലേക്ക് പോകണം.
ഏകദേശം എത്താനായി. ഇവിടെ റീബോക്ക്, സ്പോർട്സ് ജനറൽ, അണ്ടർ ആർമർ, ഫിഫ്റ്റ് ഫ്ലോപ്പ്, അഡിഡാസ്, ഫാൻഡോം, അവർ ചോയ്സ്. അവർ ചോയ്സ് ദുബായ് മാളിലുണ്ടായിരുന്നു. ഞാൻ മുന്നേ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആള് അത് അയാളുള്ള അവിടെ അവിടെ നിൽക്കണ ആൾ നമ്മളറിയും. ഇപ്പം നമുക്ക് പോകാൻ നേരമില്ല. ലൈക്ക് നൈക്കിൻ്റെ ഷോപ്പ് ഇൻഷാല്ലാ അതിൽ ബൈ വൺ ഷോ വൺ ഡേ. സാംസങ്ങിൻ്റെ ഇവിടെ ഫുഡ് ലോക്കർ, സ്റ്റാർബാക്സ്. ഒന്നാമത് പേരും ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്, കാരണം നടക്കാണ്ട് കുറെ. അതായത് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താക്കണം, ഇതാണ് പ്ലേസ് റോക്സാം മൂവീസ്. എന്തായാലും ദുബായിൽ വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് പടത്തിന് പോയിരുന്നത്. തുടരും, ഇതാക്കണം പടം തുടരും. പെട്രോ ഷോ ഹിയർ. How many years? 4. Okay, your cinema 8 straight left. ഓക്കെ, താങ്ക് യു. Sir, no video inside. നോ വീഡിയോ ഇൻസൈഡ് സിനിമ. അവിടെ തിയേറ്ററിൽ പോയിട്ട് പണം ഓണാക്കരുതെന്നാണ്. ഇവിടെ 2 to 12 ഇവിടെ, അപ്പോൾ അവിടെ തന്നെ ലൈക്ക് ഇതില്ലേ പേട്ടൻ ഡി ഡി. ആ സ്ക്രീന് 7-8 അവിടെയാണ്. ഇവിടെ ഏതോ തമിഴ് പടാണ്. ഒരു നിമിഷം വെയിറ്റ് ചെയ്യൂ. നമുക്കുള്ള സ്ക്രീൻ ഇവിടെയാണ് വരുന്നത് 7, 8, 9. 8 ഇതാണ് നമുക്ക്, 7 അതാണ്, 8 ഇതാണ്. അപ്പോൾ നമ്മൾ 8ക്കാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ പടത്തിന് കയറുകയാണ്. അപ്പോൾ ഇനി വീഡിയോ ഇവിടെ നിർത്താൻ പറ്റൂല എന്നാണ്, കാരണം ഒന്നാമത് ചൊറകളാവും. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും, ബൈ ഗൈസ്. അപ്പോൾ പടം തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ കണ്ടിട്ട് പറയാം അഭിപ്രായങ്ങളൊക്കെ. ഓക്കെ, ബൈ. ഫസ്റ്റ് ഹാഫ് റിവ്യൂ എന്താണ്? ഫസ്റ്റ് ഹാഫ് റിവ്യൂ, വില്ലൻ ഔട്ട്സ്റ്റാൻഡിങ്. എനിക്ക് വില്ലൻ കൊള്ളാം. ക്ലൈമാക്സും ഏകദേശം പിടികിട്ടി ഏകദേശം. മിക്കവാറും അതായത് നമ്മൾ കരുതണ എങ്ങനെയാ വെച്ചാല് റിവ്യൂ പറയണ്ട, ആൾക്കാർ പിരാഗി കൊടുക്കും. നമ്മൾ പറയുന്നില്ല ഒന്നും. ഓക്കെ, ഞങ്ങളുടെ ബാക്കി കണ്ടിട്ട് നമുക്ക് പറയാം. ആരും ഇല്ല ഒന്നാമത്, ഫുള്ള് കാര്യമാണ്. വരുന്ന സമയം കണ്ടില്ലേ? ഇന്ന് എത്രാം തീയതിയാ? 27 മെയ്യാം തീയതി അല്ലേ? 6 ഇല്ല തിയേറ്ററിൽ. ഞങ്ങൾക്ക് ഫുള്ള് ഒഴിവാണ്. ലൈക്ക് അതായിരിക്കണം. ഇത് മറ്റേതല്ലേ? അതായത് മറ്റേ പടല്ലേ ഇത്? മറ്റേ പടല്ലേ ഇവൻ്റെ? ഏതാണ്? മറ്റേ തൊള്ളൻ്റെ ഉള്ളിലുണ്ട് ദൃശ്യം ടച്ച് ഉണ്ട് അല്ലേ? ഇതിന് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടില്ല. സെക്കൻഡ് ഹാഫ് അറിയാം. ഓൻ ഫൈറ്ററാണെന്ന് പറയില്ലേ? ഫൈറ്റർ അല്ല ഓന്. ഇങ്ങനെ അടിയും കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ ചാടിക്കാണ്ടുള്ളതൊക്കെ ഇറക്കാൻ. എന്തായാലും ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. പിന്നെന്താ വെച്ചാല് പാട്ടാണ് ഹൈലൈറ്റ് കിട്ടുന്നതിനായി. അത് ഇപ്പം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. സംഭവം സീനി. സെക്കൻഡ് ഹാഫ് തുടങ്ങിയേക്കണം. പിന്നെ ഭയങ്കര തണുപ്പും. ഈ ഒരു കൂളതിന് ഞാൻ ദുബായ് മാളിൽ തന്നെ ഇതേ തണുപ്പ്. ഈ തണുപ്പ് കോച്ചും ഇങ്ങനെ ജാക്കറ്റ് ഇടാനും പറ്റൂല. ആർക്ക്? മമ്മൂട്ടിക്കല്ലേ? 75 അമ്മമാരുടെ പ്രായമാണ്. ആര്?
മമ്മൂട്ടിന് വയസ്സാണ്. എന്റെ അപ്പച്ചനെക്കാട്ടും 2 വയസ്സുണ്ട്. ലൈക്ക് ബോക്സ് സിറ്റി സെന്റർ തരാം. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ ആകുമ്പോൾ വേറെ ഇതാണ്. പടം തുടങ്ങാനായി തോന്നുന്നു. ലൈക്ക് സ്ക്രീൻ ഓഫായി. ഇനിയിപ്പോൾ പടം തുടങ്ങും. അപ്പോൾ നമ്മൾ പടം തുടങ്ങിയിട്ട് ഇതാക്കി പടം നൈസ് പടം. അവിടെയും ഈ പടം തന്നെയായിട്ട് ഓടുന്നത്. സൗണ്ട് കേൾക്കണുണ്ടോ? അവിടെയും പടം ഓടുന്നുണ്ട്. മനസ്സേ പടം കൊള്ളൂല. എന്താണ് എനിക്ക് പറയാല്ലേ? കറക്റ്റ് റിവ്യൂ. എൻ്റെ ഒരു നിഗമനം ഇന്റർവ്യൂലായപ്പോഴേ നമുക്ക് സിനിമയുടെ ക്ലൈമാക്സ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി. മോഹൻലാലിന്റെ മകനെയാണ് കൊല്ലുന്നതെന്ന് അപ്പോഴേ മനസ്സിലായി. അത് ശരിയാണ്. എനിക്കും തോന്നി. അത് നമ്മൾ ആ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി. അതായത് മോഹൻലാലിന്റെ മകനെയാണ് കൊല്ലുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ടും മോഹൻലാലിന്റെ ഭാര്യയ്ക്കോ, അതായത് ഈ മരിച്ച കൊച്ചന്റെ അമ്മയ്ക്കോ അനിയത്തിക്കോ അടുത്ത ദിവസമോ അതിന്റെ അടുത്ത ദിവസം പോലും ഈ സിനിമയുടെ ക്ലൈമാക്സ് ആകുന്നവരെ അവരാരും അവൻ ഇതുവരെ വിളിച്ചില്ല എന്നോ അവൻ എവിടെയാണെന്നോ പറഞ്ഞിട്ടില്ല. ആകെ പറയുന്ന ഒരേ ഒരു കാര്യം എന്താ? ഒരേ കാര്യം, ഹോസ്റ്റലിൽ ചെന്നപ്പം അവനാ മറ്റേ കൂട്ടുകാരാണെന്ന് പറയണത് അവൻ ഇവിടെ നിന്ന് പോയിട്ട് 2 ദിവസം ആയിരുന്നു. അതല്ലാണ്ട് അമ്മയോ അനിയത്തിയോ ഇതിനെപ്പറ്റി ഒരു അക്ഷരം പറയുന്നില്ല. അവർക്കും മോഹൻലാലിന് മാത്രമേ അവനുമായിട്ട് ഒരു പിണക്കമുള്ളൂ. അമ്മയ്ക്കും അനിയത്തിക്കും പിണക്കമില്ല. അവര് ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം. അവൻ വിളിച്ചിട്ട് നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തതെന്നോ അവനെ ഇതുവരെ നിങ്ങൾ വിളിക്കുന്നില്ലേ ഒന്നും പറയുന്നില്ലല്ലോ. അവൻ മിസ്സിംഗ് ആണെന്ന് അമ്മയ്ക്ക്. അത് ശരിയാണ്. എങ്കിലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. ആസിഫിന്റെ പടം ഏതാണാവോ? ആസിഫിന്റെ പടം എങ്ങനെ ഉണ്ടാവോ? ഹിറ്റോ? ഹിറ്റ് 3 കാണണം. ആണത് ഏത്? നമ്മുടെ സ്ലാഷ് ഞാനിപ്പോ നമ്മൾ കണ്ടത് തുടരും. അതായത് കൊള്ളാം. റിയൽ സിനിമയിലും ഉണ്ട് തന്നെ സെയിം കിട്ടില്ല കേട്ടോ. പോപ്കോൺ കണ്ടല്ലേ? പോപ്കോൺ ഉണ്ടല്ലോ അവിടെ, ചില്ലി ലൈംസ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതേമാതിരിയാണ് ഞാൻ അവിടെ ഇറക്കിയത്. എത്ര പോപ്കോൺ വെറുതെ തരാറിയോ? അലാക്കിൻ്റെ ഒരു ഇത് ലൈക്ക് കൊള്ളാം. പിന്നെ നമ്മളെ തന്നെ ഇതിൽ കാണുന്നത്. അപ്പൊ നമ്മളെ ഈ കുഞ്ഞു വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പടം കഴിഞ്ഞ് ഞങ്ങൾ പോരാണ്, റൂമിൽ പോവാണ്. വ്ളോഗ് അറിയാൻ മാത്രമൊന്നുമില്ല, ചെറിയൊരിത്. നമ്മളിനി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരണ്ട്. ഓക്കെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും.